കണ്ടപ്പൻ എന്ന് പറഞ്ഞ ആൾ ഒരു തൻ്റെടിയായ മനുഷ്യനാണ്. പുള്ളിക്കൊരു വലിയ മല എന്ന് പറഞ്ഞാൽ കൃഷിക്ക് പറ്റിയ മല, നിറയെ കശുമാവായിരുന്നു. അപ്പോൾ അതിലെൻ്റെ അമ്മ അവിടെ ചെന്നൊരിക്കുക, അമ്മാവും മരണപ്പെട്ടുപോയി. അമ്മായി എന്ന് പറഞ്ഞത് തികച്ചും ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്. ഏറ്റവും നമ്മളൊരു മനസാക്ഷി, നന്മ, സഹാനുഭൂതി, മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ പദത്തിൻ്റെ ഒരു ആൾരൂപം നോക്കിയാലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ അമ്മായിയെ കാണണം, അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അമ്മായി അങ്ങനെയായിരുന്നു. വളരെ പാവം ഒരു സ്ത്രീ. അമ്മായി പിന്നെ അമ്മായിയുടെ 2 മക്കൾ, 3 പേര്, പ്രഭാകരൻ, ബാസി, ചിദംബരൻ. ഇളയാൾ ചിദംബരൻ, നടുവിലുണ്ടായിരുന്നയാൾ പ്രഭാകരൻ. ഇടക്കാലത്ത് ബസ്സിലെ ഡ്രൈവറായി. മൂത്തയാൾ പ്രസക്കാടത്തി ബാസി എന്ന് വിളിക്കുന്ന ഭാസ്കരൻ. ആ 2 പേരും മരണപ്പെട്ടുപോയി. ഇപ്പോൾ ചിദംബരനും മരിച്ചു. അപ്പം ഞാൻ അവരെ പറയാൻ കാരണം, ആ ചിദംബരൻ എന്ന് പറഞ്ഞ ആളാണ് ഈ മലയിലെ കൃഷി കാര്യങ്ങൾ, കശുവണ്ടി പറിക്കൽ, അത് കടയിൽ കൊണ്ടുപോയി വിൽക്കൽ, ഇതെല്ലാം നടത്തിക്കൊള്ളുന്ന മേൽനോട്ടക്കാരൻ പുള്ളിയാണ്. അപ്പോൾ വെക്കേഷൻ പീരീഡിൽ ആ വീട്ടിൽ നിന്ന് 3-4 ദിവസം മുമ്പ് പോയാൽ ഈ എൻ്റെ പെങ്ങന്മാർ 2 പേരെയും കശുവണ്ടി പറിക്കാനായിട്ട് പുള്ളി വലിയൊരു തോട്ടിയൊക്കെ കെട്ടി, പുള്ളിയാണ് എൻ്റെ ഒരു മാഷായിട്ട് മുമ്പിൽ. ഈ അമ്മ വിളിക്കണത് ചിദംബരം എന്നല്ല, ചീമ്പരൻ എന്നാണ്. വിളിച്ച് അത് ലോപിച്ച് ചീമ്പര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളീനെ ഒന്നറിയാം. അപ്പോൾ പുള്ളിയുടെ പോകാൻ ആ മലയിലെ കൃഷി ചെയ്യാൻ പറ്റുന്ന പ്രദേശത്ത് അമ്മയും ഈ 2 ചേട്ടന്മാരും കൂടി. അപ്പം ഞാൻ സഹായിയായിട്ട് ഉച്ചയ്ക്കുള്ള കഞ്ഞിവെള്ള സംഗതികളൊക്കെ ആയിട്ട് അവിടെ പോകുമായിരുന്നു. അതെല്ലാം കിളച്ച് മുഴുവൻ നിറയെ കപ്പ ഉണ്ട്. അതായിരുന്നു ഏറ്റവും വലിയൊരു ജീവിത മാർഗം പിന്നീട് വന്നു. അപ്പോൾ ഒരു കർക്കിടക മാസം ഇതുപോലെ തന്നെ കോരി ചൊരിയുന്നൊരു മഴയത്ത് അന്ന് യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിൽ, ഈ 8 മക്കളുള്ള വീട്ടിൽ ഒന്നുമില്ല. 10-10:30 രാവിലെ എന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അമ്മ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ എൻ്റെ കൂട്ടും. അമ്മ ഒരു കൊട്ട എടുത്തു, എന്നിട്ടൊരു ഓലയുടെ ഇതുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഈ മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാനുള്ള കൃഷിക്കാർ ഉപയോഗിക്കുന്ന ഒരു കൂമ്പൽ സാധനമുണ്ട്. അതെടുത്ത് അമ്മ തലയിൽ വെച്ച്, മോനെ നീ വാടാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അമ്മ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചപ്പോൾ നീ വാ എന്ന് പറഞ്ഞൊരു അരിവാളും അമ്മയുടെ കയ്യിലുണ്ട്. അപ്പോൾ അമ്മയുടെ പുറമെ ഞാൻ പോവാണ്. അപ്പോൾ ഒരു കുറച്ച് നടക്കണം. അത് ആ കൃഷി ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടന്ന് ചെന്നിട്ട് അമ്മ പോയി അവിടെ ഇരുന്നപ്പോൾ അതിന് മുമ്പിലുണ്ട് തിരുവമ്പ്ലാവിൽ ക്ഷേത്രം. പുരാണപ്രസിദ്ധമായ ഒരു ക്ഷേത്രം ഇന്നും ഉണ്ടത്. അതായത് ഈ ഗ്രാമീണ മേഖലയിലെ ആ കാലഘട്ടത്തിലൊരു പരദേവത എന്നൊക്കെ പറയുന്നില്ലേ, ആണ്ടിലൊരിക്കലുള്ള ഉത്സവം കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും വയലാണ്. അതെല്ലാം ഇങ്ങനെ കുറ്റി പൊങ്ങിയിരിക്കുന്നിടത്താണ് ഞങ്ങൾ പായ കൊണ്ടുപോയി വിരിച്ചിട്ട് ഈ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ കപ്പ പറിക്കണ അമ്മ 2 ഈ കപ്പ നമ്മൾ നട്ടേക്കുന്ന ഇതാണെങ്കിലും പുള്ളിയുടെ അറിവും സമ്മതവും കൂടാതെ ഒരിക്കലും കപ്പ പറിക്കാൻ പറ്റില്ല. അപ്പോൾ കപ്പ പറിക്കുന്ന സമയത്ത് പുള്ളി വന്ന് നിന്നിട്ട്, പുള്ളിക്കൊരു ഷെയർ ഉണ്ടല്ലോ അതിനകത്ത്, പുള്ളിയുടെ അല്ലേ ഈ ഭൂമി, നമ്മളിത്രയും ചെയ്തതിനൊരു ഒരു ഇതുണ്ട് അതിനകത്ത്. അതെല്ലാം സാധാരണ ആ കപ്പ പറിക്കുന്ന രംഗം എപ്പോഴും ഉണ്ട്. അത് പറിച്ച ഓരോന്നും അപ്പുറക്കൂട്ടി ഇപ്പുറക്കൂട്ടി അവസാനം മേജർ പങ്ക് പുള്ളി ഇതെല്ലാടെ കൂടി ഒരു ചാക്കിൽ നിറച്ച് വേറെ അവിടെ അടുത്തുള്ള ഒരാളുണ്ട്, അയാളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് പുള്ളി നടന്നു പോകും. ഈ അമ്മാവൻ്റെ മോൻ ചിദംബരൻ എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവരാരും അറിയാതെ അമ്മേനെയും കുട്ടി, കാരണം സഹിക്കാൻ നിർത്തിയില്ല, വേറെ വീട്ടിലൊന്നും ഇല്ലല്ലോ, ഒരു സാധനം ഇല്ല, അരി ഉപ്പും മുളകും ഇല്ല. ഇത്രയും ഈ 2 മുതിർന്നവരൊഴികെ ബാക്കി ഞങ്ങൾ 6 എണ്ണം ഇങ്ങനെ കുത്തിയിരിക്കുകയാണല്ലോ. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചാണകം മെഴുകിയ തറയാണ്. അത് രാത്രിയാകുമ്പോൾ തഴപ്പാ വിരിച്ച് എല്ലാം കൂടെ നിരനിരയായിട്ട് കിടക്കാറാണ് പതിവുണ്ട്. അപ്പോൾ അമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് മാന്തിയിട്ട് ഓരോ കപ്പയുടെ ചോട്ടിൽ നിന്നൊരു 3-4 കിഴങ്ങ് അതിൽ നിന്ന് എടുത്തു പറിച്ചു. അപ്പോൾ ഈ ഒരു വാലം കൊട്ടയുണ്ട്, ആ കൊട്ടയ്ക്കകത്ത് ഇത് വെച്ചു. അത് ഞാൻ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കൊട്ടയിൽ ഒരു അരക്കൊട്ട കപ്പ, അതായത് എനിക്ക് എൻ്റെ തലയിലല്ല വെച്ചേ, അമ്മ അത് എടുത്ത് തലയിൽ വെച്ചിട്ട് പിന്നെ ഈ അമ്പലത്തിൽ
അമ്പലത്തിൻ്റെ നേരെ അമ്മ നിന്നു. ഭഗവാനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അമ്മ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, മോഷണമല്ല, എൻ്റെ അധ്വാനമാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അമ്മ ഒഴികാല് നനഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു വന്ന് അവിടെ പോയി അമ്മ അവൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അമ്മായിനെയും കൊണ്ട് മരുന്നിന് പോയേക്കാണ്. തിരിച്ച് പുള്ളി വരുന്നത് വരെ ഞങ്ങളെ പുറത്തിരുന്നു. പറ്റില്ല. മഴ വിടാൻ എന്നിട്ട് ഈ അമ്മ എന്ന് വെച്ചാൽ പുള്ളി ഇല്ലാതെ ചെയ്ത തെറ്റുണ്ടല്ലോ, ഈ ചീമ്പറച്ചേട്ടന് ഇല്ലാതെ ഇത് ചെയ്യില്ലല്ലോ സാർ. ഈ നമ്മുടെ കൃഷിയാണെങ്കിലും നമ്മൾ നട്ട കപ്പയാണെങ്കിലും അത് പറിക്കണത് തെറ്റാന്ന് അമ്മയ്ക്കറിയാം. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയുടെ കരച്ചിൽ കാണുമ്പോഴാണ്. അമ്മ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഈ കൊട്ട താഴെ അമ്മയുടെ അവിടെ വെച്ചിട്ട് തൊഴുതിങ്ങ് പിടിച്ച് ഈ അമ്മയുടെ തലയിലിരുന്ന് എടുത്താൽ കളഞ്ഞു. എന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തൊഴുത് നിന്നിട്ട് പൊട്ടിക്കരഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എന്നെയും കൂട്ടി ഈ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. എൻ്റെ തൊട്ടിപ്പുറത്ത് താമസിക്കുന്നവർ പറയും പോയിട്ട് കുറേ നേരമായി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മായിയും പുള്ളിയുടെ കൂടി അന്നൊരു ജാതി അവൻ സൂപ്പിയിലൊക്കെയാണല്ലോ മരുന്ന്, ആ മരുന്നൊക്കെ ആയിട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോൾ അയ്യോ ഈ കൊച്ചു മുഴുവൻ നനഞ്ഞു നിൽക്കുവാണല്ലോ എന്ന് അമ്മായി പറഞ്ഞ് അമ്മേനെ വഴക്ക് പറഞ്ഞു. ലക്ഷ്മി, നീ എന്തായി കാണിച്ചേക്കണേ, നീ നനഞ്ഞോ, നീ ഇതിനെ കൊല്ലാൻ കൊണ്ട് കിടക്കുവാണ്, നീ ചെറിയ കുട്ടിയല്ലേ. ഞാൻ ഈ ഒന്നെന്ന് വെച്ചാൽ മതിയായ ഭക്ഷണ കാര്യം ഇല്ലാതെ നടന്നിട്ട് ഈ നിക്കറൊക്കെ വലിയ ലൂസാണ്. ചെറിയൊരു 6 വയസ്സുകാരന് അല്ലെങ്കിൽ 7 വയസ്സുകാരന് എന്ത് ആരോഗ്യം ഉണ്ടാവും. അത് കഴിഞ്ഞ് അമ്മായി ചാടി ചെന്ന് പെര തുറന്നിട്ട് ഒരു പഴയ തോർത്തെടുത്ത് നിന്നിട്ട് എൻ്റെ തലയങ്ങ് തോർത്തിയായിരുന്നു. ഭയങ്കര തല തോർത്തി ഇത് ചെയ്ത് നേരെ ഈ ഇട്ടേക്കുന്ന സാധനം ഉണ്ടായിരുന്നു അതകത്തേക്ക് കൊണ്ടുപോയി ഈ വള്ളിനൊക്കെ ഊരി അമ്മായി പിഴിഞ്ഞ് കുടഞ്ഞ് അത് തിരിച്ച് തന്നിട്ട് വേഗം തന്നെ അമ്മായി കട്ടൻ കാപ്പി ഇതൊക്കെ വെച്ചു. കടുകാപ്പി ഇതിൽ സാധനങ്ങളെല്ലാം വെച്ചു, ഇത് ചെയ്തു. അപ്പോഴത്തേക്കും വിഷയം അമ്മ പറഞ്ഞു, എടാ ചീമ്പുര, എടാ നിവൃത്തിയില്ലാത്തതുകൊണ്ടാടാ ഇങ്ങനെ ചെയ്യേണ്ട വന്ന്, നിനക്കൊന്നും തോന്നരുതെന്ന് പറഞ്ഞു. പുള്ളിക്ക് സങ്കടമായി. അപ്പോൾ പുള്ളിയുടെ അച്ഛൻ്റെ പെങ്ങളാണെങ്കിലും വിളിക്കണത് ചേച്ചി എന്നാണ്. ചേച്ചി എന്താ പറഞ്ഞത്, ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാൻ പാടില്ല, അതിനെന്തിനാ എൻ്റെ അനുവാദം എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്ന് അവിടെ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് ഒരു 3-4 തേങ്ങയും കൂടി, അവർക്ക് തെങ്ങൊക്കെ ഉണ്ടായി, 3-4 തേങ്ങയും കൂടെ കൂടി എടുത്ത് അപ്പോഴത്തേക്കും മഴ തോർന്നു. ഈ കപ്പയും ഈ തേങ്ങ 2 ഞാനിങ്ങനെ പിടിച്ചത് ഓർമ്മയുണ്ട്, ബാക്കി 2 അമ്മ ഈ കൊട്ടയുടെ മുകളിൽ വെച്ചു. അങ്ങനെ വീട്ടിൽ വന്ന ഒരു അനുഭവമുണ്ട്.